നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി തന്നെ ഓർത്തു നോക്കി, ഞാൻ മുന്നേ അങ്ങനെ ഒരാളായിരുന്നോ? അല്ലല്ലോ. ഇവിടെ മുത്തശ്ശിക്കോ മറ്റാർക്കെങ്കിലും ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെയല്ലെന്ന് മുത്തശ്ശിക്ക് പറയാൻ പറ്റുമോ? ഇനി എന്നെ പഴയ അമ്മുവായി മുത്തശ്ശിക്ക് കാണാൻ കഴിയില്ലേ? പറയും മുത്തശ്ശി, എന്നെ പഴയ അമ്മുവായി സ്നേഹിക്കാൻ കഴിയില്ലേ മുത്തശ്ശി? സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും ജീവിതത്തെ ഓർത്ത് ഞാൻ നിന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അമ്മൂനെ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ നീ പഴയ അമ്മു ആയല്ലോ, അത് നന്നായി. പക്ഷേ സഞ്ജുവിന്റെ സ്വാതിയുടെയും കാര്യത്തിൽ എനിക്കിപ്പോഴും സന്തോഷിക്കാനാവുന്നില്ല മോളെ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ഇതുവരെ സഞ്ജുവിനെ സ്വാതിക്കും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒടുവിൽ ഞാനത് സ്വാതിയോട് ചോദിച്ചു. അപ്പൊ അവള് പറയുന്നത് വിചിത്രമായൊരു കാര്യ. അമ്മൂന് ആ പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടിയിട്ട് മാത്രമേ അങ്ങനെ ഒരു ബന്ധമുള്ളൂ എന്നാ അവള് പറഞ്ഞിരുന്നത്. അത് സ്വാതിയുടെ മാത്രമല്ല, സഞ്ജുവിന്റെയും കൂടി തീരുമാനമായിരുന്നെന്നാ അവള് പറഞ്ഞത്. എന്റെ കുട്ടികൾക്കൊരു ജീവിതം വേണ്ടേ? അതോർക്കുമ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുക. നിന്നെ സ്വാതി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് മോളെ. നിന്റെ നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടി. പക്ഷെ ഇപ്പോഴും ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളെ അന്വേഷിച്ചു നടക്കുക. ആ ആളെ കണ്ടെത്തി നിനക്കൊരു ജീവിതം ഉണ്ടാക്കാൻ ശ്രമിക്കുക സ്വാതി. അവര് രണ്ടാളുടെയും ജീവിതം ഇങ്ങനെ പോയാൽ എന്താ ചെയ്യ? അവർക്കൊരു കുഞ്ഞ് ജനിച്ച് അതിനെ ലാളിക്കാൻ എനിക്ക് മോഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന? അപ്പോ ഇതെല്ലാം ഓർത്താ മുത്തശ്ശിക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമല്ലേ? എല്ലാത്തിനും കാരണം ഞാനാണല്ലേ? ഞാൻ എന്തിനാ ഉള്ള കാര്യം മറച്ചു വെക്കുന്നേ? നീ പറഞ്ഞത് ശരിയാ. ആ നീരസ് എനിക്ക് നിന്നോടുണ്ട്. നീ പറഞ്ഞ സഞ്ജു സ്വാതിയും കേൾക്കും. ഒന്ന് ഒരുമിച്ച് നല്ലൊരു കുടുംബജീവിതം തുടങ്ങാൻ നീ അവരെ ഒന്ന് ഉപദേശിക്കണം. ശരി മുത്തശ്ശി. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ അവര് രണ്ടാൾക്കൊരു കുടുംബജീവിതം ഉണ്ടാവും. അതിന് വേണ്ടത് ഞാൻ ചെയ്യും. ഞാൻ അതാ പറഞ്ഞത്. നീ ഒന്ന് ഉപദേശിച്ച രണ്ടാളും കേൾക്കും. ഉപദേശിക്കല്ല, അതിന് വേണ്ടത് ചിലത് ചെയ്യാനുണ്ട്. എന്താണ്? ഞാനൊന്ന് കേക്കട്ടെ. ശ്രീകുട്ടി ചേച്ചിക്കും അദ്ദേഹത്തിനും മുത്തശ്ശിക്കും മുത്തശ്ശനും അമ്മയ്ക്കുമെല്ലാം സന്തോഷമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവാ. എന്താന്നൊന്ന് പറ മോളെ. ഒക്കെ പറയാം മുത്തശ്ശി. ആദ്യം അതിന് വേണ്ടത് ചിലത് ചെയ്യാനുണ്ട്. അതിനായി ഞാൻ ഇപ്പൊ തന്നെ പോവാ. മുത്തശ്ശി ചായയും കുടിച്ചേ. താലി കെട്ടിയ പുരുഷനെ ഭർത്താവായി കാണാൻ ലച്ചുവിന് ദേവി ഒരു നിമിത്തം ഉണ്ടാക്കി. പക്ഷെ എനിക്കത് സന്തോഷം തരുന്ന കാര്യമല്ലാന്ന് ശാസ്ത്രികൾക്ക് അറിയുന്ന കാര്യല്ലേ? അറിയാം. ലച്ചുവിന്റെ നിയോഗം എനിക്ക് നന്നായിട്ടറിയാം. അല്ല, എന്താ ഇപ്പൊ തനിച്ചെന്നെ കാണാൻ വന്നത്? മടിക്കണ്ട, പറഞ്ഞോളൂ. അത് ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ വിവാഹം കഴിഞ്ഞിട്ട്
ഇതുവരെ അവരൊന്നിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. ഉം. എന്റെ ഭർത്താവിനെ കണ്ടെത്തിയിട്ട് മതി ഒന്നിച്ചൊരു ജീവിതം ചേച്ചിയുടെ നിലപാട്. അത് എന്നോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാ. അവരൊന്നിച്ച് ജീവിച്ച് കാണാത്തതിന്റെ വിഷമം വീട്ടിൽ എല്ലാവർക്കും ഉണ്ട്. അവരുടെ വിഷമം എനിക്ക് മാറ്റണം. ആ. വിവാഹം കഴിഞ്ഞ് കുറേ ദിവസങ്ങളായി. എന്തെങ്കിലും തടസ്സങ്ങൾ കാരണമാണോ അത് നീണ്ടുപോകുന്നതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. ശാസ്ത്രികൾക്ക് അവരുടെ ജാതകം അറിയാവുന്നതല്ലേ? അത് വെച്ചൊന്ന് നോക്കി ശാന്തി മുഹൂർത്തത്തിന് ഒരു സമയം കുറിച്ചു തരണം. ആ, രണ്ടുപേരുടെയും ഗ്രഹനില വെച്ച് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ തടസ്സങ്ങളൊന്നും വരാനായിട്ട് സാധ്യതയില്ല. ഗ്രഹനിലകൾ ഇവിടെ ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഒരു തടസ്സവും ജാതകവശാൽ ഞാൻ കാണുന്നില്ല. അങ്ങനൊരു പേടി ലച്ചുവിന് വേണ്ട. ഇന്ന് രാത്രി 11 മണിക്ക് ശേഷം ശാന്തി മുഹൂർത്തത്തിന് നല്ലൊരു സമയം കാണുന്നുണ്ട്. ഞാനത് കുറിച്ചോട്ടെ? ശാസ്ത്രികള് ആ മുഹൂർത്തം കുറിച്ചോളൂ. ആ. ദാ, ഇത് ശ്രീദേവിയുടെ കയ്യിൽ ഏൽപ്പിക്കാം. അങ്ങനെ ചെയ്യാം. ഉം. ഇനി എന്താ ഒരു ആലോചന? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ കാരണമായിരിക്കും. അതല്ലാതെ അവരുടെ രണ്ടുപേരുടെയും പരസ്പര വിശ്വാസം തകർക്കാൻ പോകുന്ന മറ്റൊന്നുമില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശാസ്ത്രികള് ഒന്ന് പറഞ്ഞു തരാമോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.